ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നൊരു മോഹം. കുറേ നാളായി പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എൻ്റെ ജാക്കറ്റ് കണ്ടോ നിങ്ങൾ? തണുപ്പൊന്നുമില്ല, ഞാൻ ഷോയ്ക്ക് വേണ്ടി വെറുതെ ഇട്ടതാണ് ഗൈസ്. അപ്പം ഫുഡ് കഴിച്ച് വരാം. ഡാഡിനെ കണ്ടോ? നമ്മൾ 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ടു, റൂമ്പർ തന്നെ ഇടണം, അവർക്ക് തണുക്കാൻ പാടില്ല. തൊപ്പി ടവൽ എല്ലാം റെഡിയാക്കി വയ്ക്കുക, പോവുക, അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല, നമുക്ക് പോണ വഴിക്ക് കാണാം. അപ്പം ഞാൻ ഡാഡി കിട്ടും കൂടെ പോയിട്ട് വരാം. ഓക്കേ. അങ്ങനെ റെഡിയായി നിന്നപ്പോഴത്തേക്കും അപ്രതീക്ഷിതമായി എനിക്കൊരു ബിസ്ക്കറ്റ് കിട്ടി. അപ്പോൾ ബിസ്ക്കറ്റ് തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ബിസ്ക്കറ്റ് തിന്നുകയാണ്. നല്ല ബിസ്ക്കറ്റാണ്, പേര് മറന്നുപോയി. അങ്ങനെ റെഡിയായി പോവാൻ പോവുകയാണ്. അങ്ങനെ കിട്ടു മുകളിലോട്ട് പോയി വണ്ടി എടുക്കാൻ ഞാനും ഡാഡും കൂടെ അപ്പുറത്തെ വഴി കൂടെ ചാടിപ്പോവുകയാണ്. കണ്ടു, ഇരുട്ട് കണ്ടു, കുറ്റാക്കൂരിരുട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പല ഇരുട്ടും പ്രതിബന്ധങ്ങളും കാണും. പക്ഷെ നമ്മൾ തളരരുത്, തരണം ചെയ്ത് പോകണം, എന്നാലേ നമുക്ക് രാത്രി പോയി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ വഴി നോക്കി ടോർച്ചടിച്ച് കാല് തെറ്റി വീഴാതെ പോവുക. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. ഡാഡുവിൻ്റെ ടവലാണ് എൻ്റെ തോളിൽ കിടക്കുന്നത്. നമ്മൾ സെറ്റായി റെഡിയായി ഇറങ്ങി. അങ്ങനെ നമ്മൾ അഴീക്കോട് എത്തിയിരിക്കുകയാണ്. കണ്ടു, അൽസാജ് കൺവെൻഷൻ സെൻറ്റർ കണ്ടു നിങ്ങൾ? അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ ബുഹാരിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അൽസാജ് കണ്ടപ്പോൾ അവിടെ നിർത്തി വെട്ടം കണ്ടിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഡാഡുവിനെ കണ്ടു, അവന് ഉറക്കമില്ല. അവനിങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും ഡാഡുവിനെയും കൊണ്ടുപോകും. തൊപ്പി അവൻ ഊരിക്കളയാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ തിരികെ വെച്ചു. ടവലോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഈ കവടിയാറ് കഴിഞ്ഞുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അത് മുതൽ ഇങ്ങനെ സിറ്റി വരെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്കൊരു എന്തോ ഒരു പ്രത്യേക തരം ഒരു സൈക്കിക് റിയാക്ഷൻ എന്നിൽ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കാഴ്ച കണ്ട് പോവുകയാണ്. ഡാഡുവും എൻ്റെ അടുത്തിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കിട്ടു പിന്നെ കാഴ്ച കാണാൻ നിൽക്കുന്നില്ല. വണ്ടി ഓടിക്കുമ്പോൾ നേരെ നോക്കി ഓടിക്കണം എന്നുള്ളത് കൊണ്ട് കിട്ടു ഇടം കണ്ണിട്ട് കാഴ്ചകൾ കണ്ട് വലം കണ്ണിട്ട് വണ്ടി ഓടിക്കുകയാണ്. ഓടിച്ചങ്ങനെ പോയി നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തി. നമുക്ക് വണ്ടിയിൽ പെട്രോളിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പെട്രോൾ അടിച്ചത് കൊണ്ട് നമ്മൾ ആ പെട്രോൾ പമ്പിന് മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ കയറി പെട്രോൾ അടിച്ചേനെ. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വെള്ളയമ്പലം എത്തി. അതുവഴി വീണ്ടും യാത്ര തുടർന്നു. ലൈറ്റുകൾ നമുക്ക് വഴികാട്ടികളായി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ മ്യൂസിയം അതുവഴി കടന്നുപോയി. മ്യൂസിയമൊക്കെ ഒരുപാട് മെമ്മറി ഉള്ള സ്ഥലമാണ്. അങ്ങനെ പോയി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കണ്ടു. പാളയം പള്ളി വഴി, അപ്പുറത്തുള്ള പള്ളി വഴി, അമ്പലം വഴി നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ, കിട്ടു യൂണിവേഴ്സിറ്റി കോളേജ്. ഈ കോളേജിനൊരു വലിയ കഥയുണ്ട് ഗൈസ്. ആ കഥയുടെ ആഫ്റ്റർ പ്രോഡക്റ്റാണിത്. ആ കഥ ഞാൻ വഴിയെ പറയാം. നമ്മുടെ സ്വന്തം യൂണിവേഴ്സിറ്റി കോളേജ്, ഞാനും കിട്ടുവും പഠിച്ച കോളേജാണിത്. അവിടെ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. മുട്ടി കുട്ടിയായി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ BA സാൻസ്ക്രിറ്റ് പഠിക്കാൻ വേണ്ടി വന്ന 2 കുട്ടികളായിരുന്നു ഞാനും കിട്ടുവും. അവിടെ വെച്ച് നമ്മൾ കണ്ടു പരിചയപ്പെട്ടു. നമ്മുടെ കഥ അത് വലിയൊരു കഥയുണ്ട്, അത് ഞാൻ വൈറൽ അന്വേഷണം പറഞ്ഞുതരാം ഗൈസ്. പിന്നെ ഇവിടുന്ന് കിട്ടിയ കുറേ കൂട്ടുകാരുണ്ട്. അവരെല്ലാം ഇന്നും നമ്മുടെ കൂടെ ഒരു ഫാമിലി പോലെ എപ്പോഴും ഉണ്ട്. സംസ്കൃതം, ഹിന്ദി നമ്മളൊരു ബോണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. അങ്ങനെ അത് കണ്ട് നൊസ്റ്റു അടിച്ച്, ഇത് എപ്പോൾ കണ്ടാലും നൊസ്റ്റുവാണ്. നമ്മൾ തിരിച്ച് ബുഹാരിയിലേക്ക് പോയി. സത്യത്തിൽ നമ്മൾ ബുഹാരിയിൽ വരാനല്ല ഉദ്ദേശിച്ചത്, വലിയ ഷവായി കഴിക്കാനായിരുന്നു മോഹം. പിന്നെ കടകളെല്ലാം ക്ലോസ് ആയതുകൊണ്ട് പിന്നെ ബുഹാരിയാണ് ഓപ്പണായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ബുഹാരിയിലോട്ട് വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു നമ്മൾ. ഡാഡുവിന് വിശന്നത് കൊണ്ട് അവൻ എന്നെ കഴിക്കാൻ തുനിയുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഞാൻ അനുവദിക്കില്ല, ഫുഡ് വരും കുട്ടാന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. പൊറോട്ട, മട്ടൺ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, അപ്പം, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ആക്ച്വലി ഇവിടെ എൻ്റെ
ഫേവറേറ്റ് കോംബോ പുട്ടും മട്ടൻ റോസ്റ്റും പപ്പടവും കട്ടനുമാണ്. വീട്ടിൽ ഇന്ന് രാവിലെ പുട്ടായതിനാൽ ഞാൻ കഴിച്ചു മടുത്തു. അതുകൊണ്ടാണ് പുട്ട് ഓർഡർ ചെയ്യാതിരുന്നത്. അങ്ങനെ ഫുഡ് വന്നുകൊണ്ട് അതിനൊരു ഇച്ചിരി അവൻ കൊതി വിടാതിരിക്കാൻ വേണ്ടി ഇച്ചിരി തേച്ച് കൊടുത്തു. രാത്രി അവന് ഫുഡില്ല, അലോഡല്ല. എന്നിട്ട് നമ്മളിരുന്ന് കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും ഇവിടുത്തെ ടേസ്റ്റിന് ഒരു മാറ്റവും തോന്നിയിട്ടില്ല. ആൾക്കാർ ഓരോ കംപ്ലൈൻ്റൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ് മാത്രമല്ല ഷേക്കും. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ വരുമായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ബുഹാരിലോട്ട് വരുന്നത്. അങ്ങനെ അവിടുത്തെ ചേട്ടൻ ഡാഡുവിന് കുറിക്കാൻ ഒരു ക്യാരറ്റ് കൊടുത്തു. പാവം കുട്ടി കഴിക്കാതിരിക്കുന്നത് കണ്ട് അവനത് പിടിച്ചിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവൻ വഴിയത് തറയിൽ കളഞ്ഞു. അത് കുഴപ്പമില്ല, എന്നാലും കൊടുത്തല്ലോ. അങ്ങനെ ഡാഡു ക്യാരറ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അപ്പവും പൊറോട്ടയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 2 അപ്പമാണ് വാങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊറോട്ടയും കൂടെ വാങ്ങി. അത് വീഡിയോ എടുക്കാൻ ഈ കുട്ടി എന്നെ അനുവദിച്ചില്ല. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്ന് കഴിക്കുമ്പം പ്രത്യേകതരം ഒരു ഫീല് കിട്ടും. സാറ്റിസ്ഫാക്ഷനാണത്. പിന്നെ കട്ടൻ ചായയും വന്നു. ഇത് തുളസി ഇല ഇട്ട കട്ടൻ ചായയാണ്. അതും കുടിച്ചു. സൂപ്പറാണ്. കണ്ടു ഞാൻ കട്ടൻ കുടിക്കുന്നത്. നല്ല കട്ടനാണ്. കട്ടൻ ചായൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നല്ല ടേസ്റ്റാണ് കട്ടൻ, കൊള്ളാം. നമ്മൾ കഴിച്ച് കഴിഞ്ഞു. കിട്ടു ഇതുവരെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. സ്ലോ മാൻ. ഫുഡ് കഴിച്ചു, ബില്ല് കൊടുത്തു, പുറത്തിറങ്ങി. ബില്ല് കൊടുത്തിട്ടേ നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവർ പിടിച്ച് കിട്ടും. ഗൈസ്, ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഡാഡു അമ്മ പറ. അമ്മ അയ്യോ അമ്മേ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ അവനപ്പം ചുമ വരും. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്നിറങ്ങി. കുറച്ചുകൂടെ ദൂരം ചുമ്മാ ഇങ്ങനെ കറങ്ങി എമോറ്റിയൊക്കെ കണ്ടു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ ഫൈനലി നമ്മൾ ശംഖുമുഖത്തോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. അതാകുമ്പോൾ കടൽ കാണാമല്ലോ, കടലിൽ തിരയുണ്ടല്ലോ, അത് ആസ്വദിക്കാമെന്നോർത്ത് നമ്മൾ ശംഖുമുഖത്തോട്ട് പോവാണ്. നമ്മൾ എത്താറായി. ഇപ്പം എത്തും. അങ്ങനെ നോക്കിയപ്പോൾ പ്രക്ഷുബ്ധമായ കടലാണ് ഈ കാണുന്നത്. വെറുതെയാണ് ഗൈസ്, പ്രക്ഷുബ്ധമായ കടലല്ല, ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാണ്. സമാധാനപരമായി തിര വന്നു പോകുന്ന ഒരു പാവപ്പെട്ട കടലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടു ആകാശം, ലൈറ്റ് കണ്ടു. ഇങ്ങനെ കാണാൻ തന്നെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് അല്ലേ ഇത്. ഇങ്ങനെ കണ്ട് പോവാം. രാത്രി പോകുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഇങ്ങനൊരു വൈബാണ്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ കാഴ്ചകൾ കണ്ട് ആരുടെ ശല്യമില്ലാതെ നമുക്ക് പോവാം. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ പോയി നമ്മൾ കടലിൻ്റെ അടുത്തെത്തി. നോക്കിയപ്പോൾ ഇരുട്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നു. ഡാഡൂസ് എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. കേക്ക് കിട്ടി. എൻ്റെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് തന്നു. ആ കേക്കാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, അടിപൊളി കേക്ക്. എനിക്കത് വീഡിയോ കിട്ടിയില്ല, ഓഡിയോ ആണ് കിട്ടിയത്. അതായത് നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും അവിടെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ കുട്ടിയും ഫ്രണ്ട്സും ഒക്കെ കൂടെ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവർ നമ്മളെ കണ്ടുമുട്ടി. നമുക്ക് കേക്ക് തന്നു, നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്രതീക്ഷിതമായി കിട്ടിയൊരു മധുരം, ഒരു സന്തോഷം. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഡാഡൂസ് ഉറങ്ങുകയാണ്, കിട്ടുക അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ വന്നിരുന്നാൽ മതി. കടലിൻ്റെ ആഴങ്ങളിലേക്ക് കണ്ണ് നട്ടിരുന്നാൽ നമുക്ക് സമാധാനം കിട്ടുമെന്നാണ് ആരോ പറഞ്ഞത്. നമുക്ക് കടൽ ആസ്വദിച്ചിരിക്കാം. പക്ഷേ നമുക്ക് വീഡിയോസ് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോ, ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ.
കാരണം കടൽ അഗാധമായി ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കുറച്ച് ചേട്ടന്മാർ പാട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പ്ലീസ് ഇഗ്നോർ ഗൈസ്, ഇഗ്നോർ. കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞു തന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ നമ്മളങ്ങനെ, അതായത് എന്താണ്, അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള തണുക്കാത്ത ഡ്രസ്സ് ഇടുക, റോംബർ ഇടണം, തൊപ്പി വയ്ക്കുക, ടവലിടുക, ദാറ്റ്സ് ഇനഫ്. അത്രേ ഉള്ളൂ. അവർ കംഫർട്ടായിട്ടിരിക്കും. ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയി ശീലിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഡാഡുവിനെ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്, എവിടെ പോയാലും അവനെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അവൻ കംഫർട്ടബിളാണ്. അവൻ ഇപ്പോൾ ഉറങ്ങുന്നു. ഞാനിവിടെ പ്രകൃതി ആസ്വദിക്കുന്നു. ഇട്ട് വിദൂരതയിലേക്ക് കണ്ണു നട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ നമ്മളല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ സംസാരിക്കണ്ടേ? ഞാൻ പറഞ്ഞു കൊടുത്ത് ഗൈസ് എന്ന് ഒരുപാട് പറയുന്നു. അത് ഈ വ്ളോഗിങ് തുടങ്ങിയതിൻ്റെ ഒരു ഷോയ്ക്ക് പറയുന്നതാണ്. അതും നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. നിങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യണം ഗൈസ്. കൊള്ളാം, നല്ല പരിപാടിയാണ് ഇത്. കൊള്ളാം. നമ്മൾ മുമ്പ് വരുമായിരുന്നു, നമ്മളെപ്പോഴും വരുമായിരുന്നു. പക്ഷേ ഡാഡ് വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് പുറത്ത് ഇതുവരെ നൈറ്റ് ടൈമിൽ പോയിട്ടില്ല, അല്ലാതെ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇന്നങ്ങനെ വന്നിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങി ഇപ്പോൾ ഇവിടെ എത്തി. നല്ല രസമുണ്ട്. ടോട്ടലി ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്. കൊള്ളാം, നല്ലതാണ്. എൻ്റെ ബേക്കിൽ ആകാശം കാണുന്നില്ലേ? ആകാശം നിറയും എന്നൊക്കെ പാട്ടുണ്ടല്ലോ ഗൈസ്. അങ്ങനെ ആകാശം കണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ ആകാശമൊക്കെ കണ്ട് അപ്പുറത്ത് നിന്ന പയ്യന്മാരുടെ നൃത്യങ്ങൾ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളി പയ്യന്മാരായിരുന്നു. അങ്ങനെ ഇരുന്ന് സമയം ഏകദേശം ഒരു 4 മണിക്ക് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡൂസ് എൻ്റെ കയ്യിലിരുന്ന് സുഖനിദ്രയിലാണ്. നമ്മളിതാ LMSൻ്റെ അവിടെ എത്തി. ഇനി നമ്മൾ അങ്ങോട്ട് നേരെ പോകുന്നു. ആ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഇന്നിങ്ങനൊരു യാത്ര പോയതും ഒരു വ്ളോഗ് എടുത്തതും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇടയ്ക്കൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെ പോവുക, നമുക്കൊരു സന്തോഷം. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വ്ളോഗ് കാണുമ്പോൾ അതിലൊരു തുടക്കക്കാരിയുടേതായിട്ടുള്ള എല്ലാവിധ അപാകതകളും കാണും. അപ്പം നിങ്ങളതൊക്കെ ക്ഷമിക്കുക. വഴിയെ ഞാനിതെല്ലാം ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ വീട്ടിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയും പറ്റുമ്പോൾ ഇതുപോലെ നമ്മൾ പോകും, ഞാൻ വീഡിയോ എടുക്കും, നിങ്ങളത് കാണണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.